ഹായ് ഗായ്സ്, വെൽക്കം ടു സൺഷൈൻ മമ്മ വ്ളോഗ്സ്. അപ്പൊ ഇന്ന് എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഞാൻ കുറെ നാളായി ലോങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് തൊട്ട്, അതായത് എൻ്റെ ബർത്ത്ഡേ തൊട്ട് നമുക്ക് കുറച്ച് ലോങ് വീഡിയോസും പിന്നെ അതല്ലാതെ ഡെയിലി ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓൾറെഡി കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇത് കഴിയുമ്പോൾ ഇടാം. ഒരു ജസ്റ്റ് എൻ്റെ ആ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടുള്ള എല്ലാം ഞാൻ ഇതിലിടാം. ഇപ്പം ഞാൻ ഇക്കടെ ഉമ്മായും വാപ്പയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഉമ്മായും വാപ്പയും കാണാൻ. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബൈ. സോ വെൽക്കം ടു മൈ ബർത്ത്ഡേ വ്ളോഗ്. ഇത് രാവിലെ 12 മണിയാണ്. രാവിലെ തന്നെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി കേക്കും ബൊക്കെയൊക്കെ ആയിട്ട് നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എനിക്ക് വന്ന് ഇക്കായും ഇക്കയുടെ 2 ഫ്രണ്ട്സും കൂടെ. ആ 2 ഫ്രണ്ട്സിനെ പറ്റി പറയാനാണെങ്കിൽ 2 ആൾക്കാരും എൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും പേഴ്സണൽ കമ്പനി ഇക്കായായിട്ടാണ് കൂടുതൽ. ഇക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ രാവിലെ 12 മണിക്ക് തന്നെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും എക്സൈറ്റ്മെൻ്റ് അല്ല ഇസിക്കാണ്. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഇക്കയുടെ ബർത്ത്ഡേ ആണെങ്കിലും ഇസിയുടെ ബർത്ത്ഡേ ആണെങ്കിലും കേക്ക് കട്ട് ചെയ്യാനും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനും ഒക്കെ മുമ്പിൽ നിൽക്കുന്നത് ഇസിയാണ്. ആൻഡ് ഈ ഒരു വർഷം തൊട്ട് ഞാൻ എന്നിൽ തന്നെ നോട്ടീസ് ചെയ്ത ഒരു ചേഞ്ചാണ്. എനിക്കങ്ങനെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഇയറും എക്സൈറ്റ്മെൻറ്റ് ഗ്രാജുവലി കുറഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. പക്ഷേ ദിസ് ഇയർ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് മേ ബി നമ്മുടെ ബർത്ത്ഡേ അതുപോലെ ദിവസങ്ങളെക്കാളും കൂടുതലും ലൈഫിലെ വേറെ പല കാര്യങ്ങൾക്കും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, എനിക്കങ്ങനെ അറിയില്ല. പക്ഷെ എന്നാൽ പോലും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എൻ്റെ ബർത്ത്ഡേക്ക് വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാനും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാര്യം പറയാനും, എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇക്കയുടെ വീട്ടിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മയും വാപ്പയും 2 ദിവസം മുന്നേ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഹാപ്പിയാക്കി വെക്കാനും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് തരാനും കേക്ക് കട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് ആലോചിക്കുമ്പം ഐ ഫീൽ വെരി ബ്ലെസ്ഡ്, മാഷാ അല്ലാ. പിന്നെ ഇതൊരു വീക്കെൻഡ് ആയിരുന്നു, ഒരു സൺഡേ ആയിരുന്നു. ആൻഡ് ആ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് വീട്ടിലിപ്പോൾ ഇസിക്ക് ഞങ്ങൾ 3 പേരും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഇസിയുടെ കസിൻസൊക്കെ വരുമ്പം ദുബായും ദിയാനും ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും വന്നതുകൊണ്ട് അവനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും കളിയും ചിരിയും തമാശയും ഒക്കെ ആയിരുന്നു വീട്ടിൽ. പൊതുവേ ഉള്ള വീക്കെൻഡ്സ് ഞങ്ങൾ ഒന്നി ഇക്കയുടെ വീട്ടിലോട്ട് പോകും, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് പോകും. ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും പോവാറില്ല. ബിക്കോസ് ആ ഒരു സമയമാണ് ഇസിക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന സമയം. അപ്പം നമ്മൾ മാക്സിമം എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കാനാണ് നോക്കാറ്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. ആൻഡ് ദെൻ ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടന്മാരും വലിയമ്മ വലിയപ്പ ഉമ്മ വാപ്പ എല്ലാവരും കേക്കും സർപ്രൈസസുമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഐ ഫെൽറ്റ് വെരി ബ്ലെസ്ഡ് ദാറ്റ് ഐ എം സറൗണ്ടഡ് ബൈ കുറേ ലവ്ലി പീപ്പിൾ who always values my happiness. It was a day filled with fun. ഭയങ്കര രസമായിരുന്നു. എൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയുള്ളൂ, ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ സ്മോൾ അൺബോക്സിങ് വീഡിയോ. എന്താണെങ്കിലും എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് തന്ന ആൾക്കാരാണെങ്കിലും കിട്ടിയ സാധനങ്ങളാണെങ്കിലും ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ആൻഡ് ഇതുപോലത്തെ കുറച്ച് ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ബട്ടൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ വെനെവർ ഐ എം പുട്ടിങ് എ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ എനിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസിലോട്ട് എത്താൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ വാസ് ആക്റ്റീവ് ഇൻ ഇൻസ്റ്റഗ്രാം, പക്ഷേ ഞാൻ യൂട്യൂബിലോട്ട് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye bye.